റിപ്പോർട്ടർ ബ്രേക്കിംഗ് 1. ഭരണം പിടിക്കാൻ മിഷൻ 43 രൂപരേഖയുമായി വി ഡി സതീശൻ. 43 സീറ്റ് കൂടി അധികം പിടിക്കുമെന്ന് സതീശൻ. 22 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ 43 ഷുവർ സീറ്റ് കൂടി ലക്ഷ്യമിട്ടാണ് പദ്ധതി. 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ആദ്യം. പ്രതിപക്ഷ നേതാവിന്റെ കേരള യാത്രയിൽ സ്ഥാനാർത്ഥികളെ കൂടെ കൂട്ടും. ബത്തേരി നേതൃയോഗത്തിൽ രൂപരേഖ അവതരിപ്പിക്കും. റിപ്പോർട്ടർ ബ്രേക്കിംഗ് 2. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള സജീവ ചർച്ചയാക്കാൻ കോൺഗ്രസ്. സ്വർണ്ണക്കൊള്ളയിൽ തുടർ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് ബില്ലിനെതിരെയും വ്യാപക സമരം. AG's ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കും. തൊഴിലുറപ്പ് തൊഴിലാളികളെ അണിനിരത്തി പ്രാദേശിക തലത്തിലും സമരങ്ങൾ നടത്തും. ബജറ്റ് പ്രഖ്യാപനങ്ങളെ തുറന്നുകാട്ടാനും KPCC രാഷ്ട്രീയ കാര്യസമിതിയിൽ തീരുമാനം. VS രഞ്ജിത്തും R റോഷിപാലും ചേരുന്നു. ആദ്യം VS രഞ്ജിത്തിലേക്ക്. VS രഞ്ജിത്ത്, മിഷൻ 43 അതാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കാൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് മിഷൻ 43യിലൂടെ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യമിടുന്നത്? കഴിഞ്ഞ തവണ നേടിയതിനേക്കാൾ 43 സീറ്റുകൾ കോൺഗ്രസ് മാത്രം അധികം നേടുമെന്നാണോ VS രഞ്ജിത്ത്? ഡോക്ടർ, തീർച്ചയായിട്ടും ഇന്നലെ രാത്രി കനകോലു രാഷ്ട്രീയകാര്യ സമിതിക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് 90-ലധികം സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു കണക്കും അതനുസരിച്ചുള്ള ഒരു മാർഗരേഖയുമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്നത്തെ ഈ നേതൃയോഗത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള മാർഗരേഖ അവതരിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. ആ മാർഗരേഖയിൽ പ്രധാനമായും കോൺഗ്രസിന്റെ 93 സീറ്റുകളിൽ 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ, അത് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയായി അവതരിപ്പിക്കാനും VD സതീശൻ ഫെബ്രുവരിയിൽ യാത്ര നടത്തുമ്പോൾ ആ യാത്രയ്ക്കൊപ്പം അത്തരത്തിൽ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാനുമാണ്. നിലവിൽ കോൺഗ്രസിന് 22 MLA-മാരുണ്ട്. ആ സിറ്റിംഗ് സീറ്റുകളിൽ നിലനിർത്താൻ സാധിക്കുമെന്നും സിറ്റിംഗ് സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മത്സരിക്കട്ടെ എന്നും അതിന് പുറമെ 43 അധിക സീറ്റുകൾ കൂടി, അധിക മണ്ഡലങ്ങൾ കൂടി പിടിച്ചെടുത്ത് 43 + 22 65 സീറ്റുകൾ കോൺഗ്രസിന് നേടിയെടുക്കാൻ സാധിക്കും എന്നൊരു കണക്കാണ് VD സതീശന്റെ മാർഗരേഖയിലുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ 65-ഉം ലീഗിന് കിട്ടുന്ന സീറ്റുകളും അടക്കം ഏകദേശം 90-ലധികം സീറ്റുകളുമായി അധികാരത്തിൽ തിരിച്ചെത്താൻ സാധിക്കും എന്നൊരു ആത്മവിശ്വാസമാണ് ഇന്നലെ രാത്രിയും കോൺഗ്രസ് നേതൃത്വവും ഇന്നലെ ഈ ക്യാമ്പും ചർച്ചയിലൂടെ ഉടനീളം ഉയർത്തിയ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. ഇന്നലെ മേഖലാ തലത്തിൽ ഓരോ മധ്യമേഖലയും ദക്ഷിണ മേഖലയും ഉത്തരമേഖലയും ഒക്കെ വെവ്വേറെ ചർച്ചകൾ നടത്തിയിരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് റിസൾട്ട് അവലോകനം ചെയ്തിരുന്നു. പാർലമെന്റിന്റെ റിസൾട്ട് അവലോകനം ചെയ്തിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന സീറ്റുകളെ കുറിച്ചൊരു കണക്കുണ്ടാക്കിയത്. പ്രത്യേകിച്ച് മലബാറിലൊക്കെ, കോഴിക്കോടൊക്കെ വലിയ പ്രതീക്ഷ കോൺഗ്രസ് വെച്ചു പുലർത്തുന്നുണ്ട്. നിലവിൽ കോൺഗ്രസ് ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിനില്ല. അവിടെ 8 സീറ്റുകൾ അധികമായി നേടാൻ പറ്റുമെന്ന് പറയുന്നു. കാസർഗോഡ് ഒറ്റ സീറ്റും കോൺഗ്രസിനില്ല. അവിടെ 3 സീറ്റ് അധികമായി നേടാൻ പറ്റുമെന്ന് പറയുന്നു. പാലക്കാട്ടും അതുപോലെ മലപ്പുറത്ത് 16-ൽ 16 നേടാൻ പറ്റുമെന്ന ആത്മവിശ്വാസമാണ്. എറണാകുളത്ത് 7 സീറ്റുകൾ മാത്രമാണ് നിലവിലുള്ളത്. അവിടെ അത് 13 സീറ്റ് വരെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമെന്ന് പറയുന്നു. തിരുവനന്തപുരത്ത് ഒറ്റ സീറ്റാണുള്ളത്. അത് 4-ലേക്ക് ഉയർത്താൻ പറ്റുമെന്ന് പറയുന്നു. ഇടുക്കിയിലും അതുപോലെ തന്നെ പത്തനംതിട്ടയിലും നിലവിൽ സീറ്റുകളില്ല. അത് 2, 3 ഒക്കെയായി ഉയർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. അങ്ങനെ ആകെ 43 അധിക സീറ്റുകൾ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മാർഗരേഖ, അതനുസരിച്ചുള്ള സമരപരിപാടികൾ, അതനുസരിച്ചുള്ള പ്രക്ഷോഭ പരിപാടികൾ, അതനുസരിച്ചുള്ള വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നത് മുതൽ ഈ വോട്ടർമാരെ കാണുന്ന പ്രചരണ പരിപാടി വരെയുള്ള ഒരു വിശദമായ മാർഗരേഖയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് അവതരിപ്പിക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം യോഗത്തിൽ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഉച്ചയോടുകൂടി തന്നെ ഈ നേതൃയോഗം അവസാനിപ്പിച്ച് മടങ്ങാനാണ് തീരുമാനം എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ ബത്തേരിയിൽ നിന്നും VS രഞ്ജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. മിഷൻ 43യുമായി പ്രതിപക്ഷ നേതാവ് നേരിട്ട് തന്നെ കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. R റോഷിപാൽ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. R റോഷിപാൽ, ഇക്കുറി തെരഞ്ഞെടുപ്പിനുള്ള പ്രധാനപ്പെട്ട തന്ത്രം എന്തായിരിക്കണം എന്നത് ഇപ്പോൾ കനകുലുവിന്റെ ഡീറ്റെയിൽ പ്രസന്റേഷൻ ഇന്നലെ കഴിഞ്ഞു. മിഷൻ 43യുമായി പ്രതിപക്ഷ നേതാവ് വരുന്നു. സ്വർണ്ണക്കൊള്ളയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രധാനപ്പെട്ട വജ്രായുധം. അതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? റോഷിപാൽ, നേതൃയോഗത്തിൽ അത് തീരുമാനമായോ? അരുൺകുമാർ, ഇന്നലെ ക്യാമ്പിന് ശേഷം ചേർന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ തീരുമാനമെടുത്തത്. ആ രാഷ്ട്രീയകാര്യ സമിതി ഇന്നലെ രാത്രി വൈകിയാണ് അവസാനിച്ചത്. രാഷ്ട്രീയകാര്യ സമിതിയിലെ ഏറ്റവും പ്രധാന തീരുമാനം 2 വിഷയങ്ങൾ ആയുധമാക്കുക എന്നത്. അതിലേറ്റവും പ്രധാനം ശബരിമല സ്വർണ്ണക്കൊള്ളയാണ്.
ശബരിമല സ്വർണ്ണക്കൊള്ള അത് തെരഞ്ഞെടുപ്പ് നാളുകളിൽ വരെ അത് നിലനിർത്തണം, സജീവമായി ചർച്ചയാകണം. അതിനുവേണ്ടി സമരം ശക്തമാക്കാനാണ് തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ള UDF അനുകൂലമായ വിധിയെഴുത്തിന് വഴിതെളിയിക്കുമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ഉയർത്തതിന്. അതുകൊണ്ടാണ് ശബരിമല സ്വർണ്ണക്കൊള്ള പ്രധാന ആയുധമാക്കി മാറ്റുന്നത്. രണ്ടാമത്തേത് തൊഴിലുറപ്പ് ബില്ലാണ്. തൊഴിലുറപ്പ് തൊഴിലാളികളെ കളത്തിലിറക്കി തെരുവിലിറക്കി സമരം നയിക്കാനുള്ള തീരുമാനമാണ് കോൺഗ്രസ് എടുക്കുന്നത്. അതിന് AG's ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരമടക്കം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ പ്രതിഷേധമടക്കം സംഘടിപ്പിക്കും. ഈ സമരത്തിലൊക്കെ മുൻനിരയിലുണ്ടാവുക തൊഴിലുറപ്പ് തൊഴിലാളികളായിരിക്കും. അങ്ങനെ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിക്കാൻ ഇടയുണ്ട്. ആ പദ്ധതികൾ തുറന്നുകാട്ടും. അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള വ്യാജ പ്രഖ്യാപനങ്ങളാണെന്ന് പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാനാണ് കോൺഗ്രസ് ഇന്നലെ ചേർന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലെടുത്ത തീരുമാനം. ഇത് പ്രാവർത്തികമാക്കും. അടുത്ത ദിവസം മുതൽ തന്നെ തൊഴിലുറപ്പ് ബില്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിന് തുടക്കമാകും. അതിനൊപ്പം സെക്രട്ടേറിയറ്റ് മാർച്ചടക്കം സ്വർണ്ണക്കൊള്ളയിലുണ്ടാകും. അങ്ങനെ ഒരേ സമയത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള സമരം സംഘടിപ്പിച്ച സമരസംഘടനയാക്കി കോൺഗ്രസിനെ മാറ്റുക. അതുവഴി താഴെത്തട്ടിൽ പാർട്ടി അണികളെ പൂർണ്ണ സജ്ജമാക്കുക. തെരഞ്ഞെടുപ്പിന് ജനങ്ങളെ ഒപ്പം നിർത്തുക, ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ അത് രാഷ്ട്രീയ അജണ്ട സ്വർണ്ണക്കൊള്ളയും തൊഴിലുറപ്പ് ബില്ലുമാണെന്ന് KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ഇന്നലെ രാത്രി തീരുമാനിച്ചു. ഈ കാര്യം ഇന്ന് ക്യാമ്പിൽ നേതൃത്വം പറയും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പ്രഖ്യാപിക്കും. നാളെ മുതൽ തന്നെ ഈ രാഷ്ട്രീയ അജണ്ട മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും കടക്കും. അരുൺകുമാർ. താങ്ക് യു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് റോഷിപാലും VS രഞ്ജിത്തും റിപ്പോർട്ട് ചെയ്യുന്നു. ബത്തേരിയിൽ നിന്ന് വരുന്ന വിവരമനുസരിച്ച് മിഷൻ 43 ആണ് ഇപ്പോൾ VD സതീശൻ അവതരിപ്പിക്കുന്ന കർമ്മ പദ്ധതി. സുനിൽ കനഗോലുവിന്റെ തന്ത്രങ്ങളും ഇന്നലെ വിശദമായിട്ട് ചർച്ച ചെയ്തു കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയാണ് തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട പ്രചരണ വജ്രായുധമായി കോൺഗ്രസ് ഉപയോഗിക്കാൻ പോകുന്നത്. അതിന് എങ്ങനെ CPM ഉപയോഗിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. മറുഭാഗത്ത് സോണിയാഗാന്ധി, അടൂർ പ്രകാശ്, ആന്റണിയെ മുൻനിർത്തി CPM ശക്തമായി പ്രതിഷേധിക്കും. ശക്തമായ പ്രചരണ പരിപാടികളിലേക്ക് കടക്കുമോ എന്നുള്ളതാണ്. സ്വർണ്ണക്കൊള്ളയാണ് ഇത്തവണ തെരഞ്ഞെടുപ്പിന് പ്രധാനമായിട്ടും പ്രചരണായുധമായി ഉപയോഗിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിരിക്കുന്നു.